പഠനകൂടാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വർക്കാണിത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പണി. അപ്പോൾ മുന്നിലൊരു ഗേറ്റ് കവാടം വേണം. ആ കവാടത്തിനൊരു ഫില്ലർ വാർത്ത് അതിന് മരത്തിൻ്റെ ഷേപ്പിലിട്ടാക്കി, പിന്നെ പടുക്കാണ്ടായിരുന്നു അതൊക്കെ പടുത്ത് ഒരു മതിൽ വേണം. അപ്പോൾ അതൊക്കെ പടുത്ത് അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് മരത്തിൻ്റെ ഷേപ്പിലിട്ടാക്കണം. അപ്പോൾ അടിച്ചിട്ട് ഏകദേശം മരത്തിൻ്റെ ഷേപ്പാക്കി പിടിപ്പിച്ചൊക്കെ സെറ്റാക്കി, പിന്നെ അതിൻ്റെ കൊമ്പിൻ്റെയും ചില്ലിൻ്റെ ഒക്കെ പണികൾ നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങൾ മൂന്നാൾക്കാരുണ്ടെന്ന് പണിക്ക്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ മരത്തിൻ്റെ ചില്ലും കൊമ്പൊക്കെ റെഡിയാക്കുകയാണ്. അതായത് നമ്മൾ കണക്കാക്കേണ്ട ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാവാണ് നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും കൊമ്പായിട്ട് അത് കവാടന്മാർക്ക് തന്നെ ആക്കും. അപ്പോൾ ഒരു പരിപാടിയിലാണ് നമ്മൾ. അപ്പോൾ കൊമ്പിനൊക്കെ നമ്മൾ കറക്റ്റ് റൗണ്ടാക്കിയിട്ട് അത് ഗ്രൗട്ടിൽ വെച്ച് നമ്മൾ നല്ല സെറ്റാക്കിയിട്ട് ഒരു മരത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കും. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അടിച്ചിട്ടൊക്കെ സെറ്റാക്കിയിട്ട് വളരെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് വേര് വെക്കാൻ തുടങ്ങി. താഴത്തേക്ക് വേര് വേണമല്ലോ, വേരുണ്ടായാലും മരത്തിൻ്റെ ഷേപ്പിലോട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ വേരൊക്കെ സെറ്റ് ചെയ്യാണ്. വേര് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ സാധാ ചെറിയ കല്ലുകളൊക്കെ വെച്ച് കൊണ്ടാണ് വേര് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒന്നിൻ്റെ നമ്മൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ എടുക്കാൻ കഴിയുന്നത് മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വീഡിയോകൾ മിസ്സാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വെയിലുണ്ടാവും, നല്ല മഴയുണ്ടാവും. അപ്പോൾ ഒരുപാട് വീഡിയോ നമുക്ക് മിസ്സായിട്ടുണ്ട്, എടുക്കാൻ കഴിയാതെ നിന്നിട്ട്. പിന്നെ അത് മൂടിയിടും. അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും നമുക്ക് ഉള്ള വീഡിയോ വെച്ചാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ കയ്യിലുള്ള വീഡിയോ ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇത് വർണ്ണകൂടാരത്തിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങാണിത്. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കവാടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ കോലമായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കാര്യമായിട്ട് വലിയ പണികളൊന്നുമില്ല. കളറിങ് ചെയ്യുക. കളർ ചെയ്ത് ഇതാണ്. പിന്നെ കളർ ചെയ്തിട്ട് അന്ന് മഴയത് അന്ന് ഒരുപാട് കളർ ഒലിച്ചു പോയി. പിന്നെ നമ്മൾ ഈ ചക്ക വെച്ച് രണ്ട് വിദേശ പക്ഷികളെയും സെറ്റാക്കി വെച്ച്. അപ്പോൾ അന്നും മഴ ചെയ്തിട്ട് ഇത് കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ചക്കൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഒന്ന് വെയിൽ വർഷോട്ടെ എന്നുള്ളതിൽ എന്ത് ചെയ്തു നമ്മൾ പെയിൻറ്റിങ് നിർത്തിച്ച് ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കി കുടുക്കി വെച്ച്. ഏകദേശം പ്ലാവിൻ്റെ രൂപത്തിലായി. ഇനി കളർ ചെയ്താലേ ശരിക്കും പ്ലാവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കളർ ചെയ്യുന്നത് ആ പക്ഷിക്ക് വിദേശമായതുകൊണ്ട് നമ്മൾ ഒരു വിദേശ കളറിലുള്ള പക്ഷിയാക്കുകയാണ്. അപ്പോൾ അതിന് ചെറിയായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എടുക്കാൻ നേരത്തും ഒരു ചെറിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴേൻ്റെ ടൈമിൽ നമ്മൾ മൂടി വെക്കും. അങ്ങനെയൊക്കെ കുറേ കളറും അങ്ങനും അതൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഫുള്ളിഞ്ഞ് പണി കഴിഞ്ഞ് വരുമ്പോൾ ഫുള്ള് കറക്റ്റാക്കിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടച്ചിങ്ങാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇതിനും കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ മറ്റുള്ള പെയിൻറ്റുകളും നടക്കുന്നുണ്ട്. ആ ടൈമിൽ എടുക്കുന്ന വീഡിയോസാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന വെള്ളച്ചാട്ടം, ഊഞ്ഞാൽ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ ഈ കവാടത്തിൻ്റെ മാത്രമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കഴിഞ്ഞ് കളർ കൊടുക്കാണ്ട് കളർ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും ഇതേപോലെ മഴ ചെയ്തിട്ടിപ്പോൾ വല്ലാതെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ രണ്ടാമത് കളർ കൊടുത്ത് ഇപ്പോൾ ഏകദേശം നമ്മൾ പ്ലാവിൻ്റെ രൂപത്തിലേക്കായി, നാച്ചുറൽ പ്ലാവിൻ്റെ. പിന്നെ ഇനി കുറച്ച് ടച്ചിങ്ങുകൾ ബാക്കിയുണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ